ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ള് ഒലയ്ക്കുന്ന തരത്തിലുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നാം കേൾക്കുവാനിടയായല്ലോ. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്ന അബ്രഹാമിനെ ദൈവം യാഗം കഴിക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തു. എവിടെയാണ് യാഗം കഴിക്കേണ്ടതെന്ന് 3 ദിവസത്തെ വഴി ദൂരം ചെന്ന് അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുത്തു. ഇന്ന് പകൽക്കാലം എവിടെയാണ് യാഗം കഴിക്കേണ്ടത്, എവിടെയാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് വളരെ സുവ്യക്തമായി, വളരെ സ്പഷ്ടമായി ഇടപെട്ടുവെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. മാനസാന്തരപ്പെടുവാൻ നമുക്കെല്ലാവർക്കും ജീവനോടിരിക്കുമ്പോൾ അവസരമുണ്ട്. ദൈവം എന്നെക്കുറിച്ച്, നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാ സമയത്തും മാനസാന്തരപ്പെടുന്നവരായിരിക്കണം. നിർഭാഗ്യവശാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കറിയാം, യേശാവ് മാനസാന്തരത്തിന് ഇട കണ്ടില്ല. പ്രിയ സഹോദരന്മാരെ, നമ്മളെല്ലാവർക്കും മാനസാന്തരത്തിന് ഇട കാണാതിരിക്കാൻ ഇടവരാതിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ലോകത്തിൽ ജീവനോടിരിക്കുന്ന ഏവർക്കും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നിശ്ചയമായും മാനസാന്തരത്തിന് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം ഇന്ന് പകൽക്കാലം നമ്മളെ പിന്നെയും ഇവിടെ കൂട്ടി വരുത്തിയതെന്ന് ഞാൻ കർത്താവിൽ ചിന്തിക്കുന്നു. ജീവനുള്ള സിംഹത്തേക്കാൾ, ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതാണ്. ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരും ആ ജീവനുള്ള നായ്ക്കൾക്ക് സമാനമാണ്. എന്നാൽ നമുക്ക് ജീവനുള്ളത് കൊണ്ട് പ്രത്യാശയ്ക്ക് വകയുണ്ട്. പ്രിയ സഹോദരന്മാരെ, നമുക്ക് മാനസാന്തരപ്പെടാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് പൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചാൽ നന്നായിരുന്നെന്ന് ആശിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. ഈ രാജാക്കന്മാരുടെ കാലത്ത്, അങ്ങനല്ലേ, അതല്ലേ, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. മതി. അല്പം വേൾഡ് ഹിസ്റ്ററിയും കൂടെ കൂടിയ ഭാഗങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് മുന്നോട്ട് പോയാൽ ഈ കാര്യം അവതരിപ്പിക്കുന്നതിൽ അല്പം സമയം, ഒത്തിരി നേരമൊന്നുമല്ല, ചിലപ്പോൾ അങ്ങനെ 2-5 മിനിറ്റ് മുന്നോട്ട് പോയാൽ നിങ്ങളെല്ലാവരും സദയം ക്ഷമിക്കണമേ എന്ന് ഞാൻ ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ പരിമിതമായ എൻ്റെ അറിവുകൾ വെച്ചൊക്കെ ഈ ദൈവവചനം വായിച്ച് പഠിച്ച സമയത്തൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ആരെയും വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല, എനിക്ക് മനസ്സിലായൊരു കാര്യം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദിമ നൂറ്റാണ്ടിലൊന്നും സഭായോഗം കൂടി വരുന്നതിനൊന്നും പ്രത്യേക സമയമൊന്നുമില്ലായിരുന്നു. സമയമില്ലാതെ ഞാൻ പറഞ്ഞത്, അതിൻ്റെ അവസാനിപ്പിക്കുന്നതിന് സമയമൊന്നുമില്ലായിരുന്നു.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രത്തോളം സമയം ലീഡ് ചെയ്യുന്നോ, മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു, അത്രത്തോളം സമയം പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനിടയിലും ചിലരൊക്കെ ഉറക്കം തൂങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരിക്കുന്ന ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഉറക്കം തൂങ്ങുന്നവർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടായിരിക്കും. അന്നും ഉണ്ടായി അല്ല, നമുക്കറിയാം യൂത്തിക്കോസ് പൗലോസാ പ്രസംഗിക്കുമല്ല, സംഭാഷണമായിരുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ, സംഭാഷിച്ചുകൊണ്ട് പ്രസംഗം പാതിര വരെ നീട്ടി. വെറും പ്രസംഗം മാത്രമല്ലായിരുന്നത്, സംഭാഷണമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചോദിക്കും, പറയുന്നതൊക്കെ ആയിരുന്നു ഞാൻ ധരിക്കുന്നു. അപ്പം പൗലോസിൻ്റെ സംഭാഷണവും പ്രസംഗവും കേട്ടിരുന്ന സമയത്ത് അതിൽ ഒരു ചെറുപ്പക്കാരൻ ഉറങ്ങി താഴെ വീണു. അപ്പോൾ പിന്നെ അതിൻ്റെ 10,000-1 പോലും അവകാശപ്പെടാനില്ലാത്ത, അല്ലേ, ഞാനത് പറയാനുള്ള യോഗ്യനല്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ 1000-1 പോലും അവകാശപ്പെടാനില്ലാത്ത സഹോദരന്മാരാരെങ്കിലുമൊക്കെ ദൈവവചനം പ്രസംഗിക്കുമ്പം, സംഭാഷിക്കുമ്പം ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് വലിയ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരിക്കലും, അല്ലേ, അങ്ങനെ ഒരിക്കലും ഇളകിപ്പോകാത്ത, അങ്ങനെ തന്നെ അല്ലേ എന്തോ, ഒരു നാളും ഇളകിപ്പോകാത്ത ഒരു നിത്യരാജ്യത്തെ സ്ഥാപിക്കും. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ രാജാക്കന്മാരും ഈ രാജ്യങ്ങളും എല്ലാം ഇളകിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരിക്കലും ഇളകിപ്പോകാത്ത നിത്യരാജ്യത്തെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ രാജാക്കന്മാരും ഈ രാജ്യമൊക്കെ ഇളകിപ്പോകുന്നതാണ്, മാറ്റം വരുന്നതാണ്. എന്നാൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരിക്കലും ഇളകിപ്പോകാത്ത നിത്യരാജ്യത്തെ സ്ഥാപിക്കും. ഏത് രാജാക്കന്മാരുടെ കാലത്താണ്? ഇനി ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമാണ്, ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനൊരു രാജ്യത്വം ഈ ഭൂമിയിൽ ഭരിക്കുന്ന സമയത്താണ് അത്യുന്നതനായ ദൈവം ഒരിക്കലും ഇളകിപ്പോകാത്ത നിത്യരാജ്യത്തെ സ്ഥാപിക്കുന്നത്. ഏത് രാജാക്കന്മാരുടെ കാലത്ത്? നമുക്കൊന്ന് ചിന്തിക്കാം, വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ ദാനിയേൽ 2-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം പോലെ വായിക്കുമോ? ദാനിയേൽ 2-ന്റെ 2-ാം അധ്യായം. രാജാവ് കണ്ട ദർശനമോ വലിയൊരു മതി സിസ്റ്റർ, അത് കുറച്ച് 4-5 വാക്യങ്ങൾ വായിക്കണം. ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ ലോകത്തിൽ 4 സാമ്രാജ്യങ്ങൾ, ശക്തമായ 4 സാമ്രാജ്യങ്ങൾ ഉടലെടുത്ത് നശിച്ചു പോയിരുന്നു. അതിൽ ഒന്നാമത്തെ സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒന്നാമത്തെ സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യമായിരുന്നു. ആ സാമ്രാജ്യം BC 536 വരെ നീണ്ടു നിന്നു, ഏകദേശം 70 വർഷം. ആ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് നെബൂഖദ്നേസർ രാജാവായിരുന്നു. ബാബേൽ സാമ്രാജ്യത്തിലെ ഈ നെബൂഖദ്നേസർ രാജാവ് ബാബിലോൺ ഭരിക്കുന്ന കാലത്താണ് ശലോമോൻ്റെ കാലശേഷം ഇസ്രായേൽ രാജ്യം 2ആയിട്ട് പിരിഞ്ഞുപോയി, യഹൂദ എന്നും ഇസ്രായേൽ എന്നും. ഈ ബാബേൽ സാമ്രാജ്യത്തിലേക്കാണ് നെബൂഖദ്നേസർ രാജാവാണ് അതിൽ യഹൂദ എന്ന് പറയുന്ന രാജ്യത്തെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ അതിൽ ശക്തനായ രാജാവായിരുന്നു നെബൂഖദ്നേസർ. ബാബേൽ സാമ്രാജ്യം ശക്തമായ സാമ്രാജ്യമായിരുന്നു. അതിൽ ബാബിലോൺ എന്ന് പറയുന്ന ആ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ബാബേൽ. ഈ ബാബേൽ സിറ്റിക്ക്
വേറൊരു പേര് ബൈബിളിലുണ്ട്, സ്വർണ്ണ നഗരം എന്നാണ്. സ്വർണ്ണ നഗരം. അവിടെ പ്രവചന ഭാഗത്ത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞു പോയി. സ്വർണ്ണ നഗരം എന്ന് ഈ ബാബേൽ സിറ്റിക്ക് പേര് വരാനുള്ള കാരണം, ഈ ബാബേൽ സിറ്റി ഭയങ്കര വീതിയുള്ള മതിലുകളാൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത്, ആ മതിലിൻ്റെ മുകളിൽ കൂടെ ഒരേ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ലൈലാൻഡ് ലോറികൾക്കെങ്കിലും ഓടിച്ചു പോകാൻ അത്ര വീതിയുള്ളതായിരുന്നു അതിൻ്റെ മതിലുകൾ. ശത്രുക്കളെ ഭയന്നിട്ട് ഈ മതിലുകളുടെ ഉള്ളിൽ വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അതിൽ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കയറ്റി ഇട്ടിരുന്നു. അതിൻ്റെ കാര്യം, ആരെങ്കിലും ഈ മതിൽ കടന്നിന് ഉള്ളിൽ വന്നാൽ പോലും ഈ സിറ്റിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ വണ്ണം വെള്ളം നിറച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം അപ്പോൾ ഈ സിറ്റിയിൽ സ്വർണ്ണ നഗരം എന്ന് ഈ സിറ്റിക്ക് പേര് വരാനുള്ള കാരണം, ഈ സിറ്റിയിൽ നല്ല വലിയ കഥകളുണ്ടായിരുന്നു. താമ്രം കൊണ്ടുള്ള കഥകളായിരുന്നു, ബ്രാസ് കൊണ്ടുള്ള കഥകളായിരുന്നു. അത് രാവിലെയും വൈകുന്നേരവും സൂര്യൻ്റെ രശ്മി ഇത് തട്ടിയിട്ട് ഇതിൻ്റെ പ്രതിഫലനം ഈ പട്ടണത്തിൽ പതിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ ഈ പട്ടണത്തിലൊരു ഗോൾഡൻ കളറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വർണ്ണ നഗരം എന്ന് പേര് വരാൻ കാരണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നഗരം അത് ഭരിച്ചിരുന്ന ഒന്നാമത്തെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു നെബൂഖദ്നേസർ. ഈ നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം കിടന്ന് ഉറങ്ങിയപ്പം പുള്ളിക്കൊരു ഹൃദയത്തിൽ ചിന്ത വന്നു, ഇനി കുറേ കാലം കഴിയുമ്പോൾ ഞാനൊക്കെ മരിച്ചു പോകും. അപ്പോൾ എന്താ ഇനി അടുത്ത ഈ സംഭവിക്കാൻ പോകുന്നത്, ഈ രാജ്യത്തിന് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ആണ് നമ്മളോട് വായിക്കുന്നത്. അത് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 31, 32, 33 വാക്യങ്ങൾ വായിക്കുമ്പം അവിടെ നമ്മൾ വായിക്കുന്നു, അത് രാജാവ് കണ്ട സ്വപ്നം ഇതായിരുന്നു. വലിയൊരു ബിംബം. ആ ബിംബം വളരെ വിശേഷതയേറിയതായിരുന്നു. ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. ആ ബിംബത്തെക്കുറിച്ചുള്ള ആ വാക്ക് മറന്നു പോകരുത്. കാരണം ഇച്ചിരി കഴിയുമ്പോൾ നമുക്കിത് ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് മറന്നു പോകരുതെന്ന് പറഞ്ഞത്. അത് ഈ നെബൂഖദ്നേസർ കാണുമ്പം ഈ ബിംബം എങ്ങനെയുള്ളതായിരുന്നു? വളരെ ശോഭയുള്ളതായിരുന്നു, വളരെ മനോഹരമുള്ള, വളരെ ശോഭയുള്ളതായിരുന്നു. ആ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടുള്ളതായിരുന്നു. 4 പാർട്ട് അതിനുണ്ടായിരുന്നു. തല തങ്കം കൊണ്ട്, കൈയും നെഞ്ചും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ഉള്ളത്. കാലിൻ്റെ വിരലുകളും അങ്ങനെ തന്നെയായിരുന്നു. ഈ ശോഭയുള്ള ഈ ബിംബത്തെ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. പക്ഷെ നേരം വെളുത്തപ്പോൾ സംഭവിച്ച കാര്യം, ഈ സ്വപ്നം എന്താണെന്ന് മറന്നുപോയി. സ്വപ്നം മറന്നാലും ഈ രാജാവിന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഉറക്കമില്ലാതായി, അല്ലേ? ഉറക്കമില്ലാതാകുക എന്നുള്ളത്, നമ്മൾ ഭക്ഷണം ഇല്ലാതാകുന്നതിനേക്കാളും വലിയ പ്രയാസമാണ് ഉറക്കമില്ലാതാകുന്നതെന്ന് ഉറങ്ങാതെ ഇരിക്കുന്നവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. ഉറക്കം വരാത്തവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ രാത്രി ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഈ രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടു. എന്താ കാരണം? കണ്ട സ്വപ്നം മറന്നുപോയി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? രാജാവ് രാജ്യത്തിലുള്ള മന്ത്രവാദികളെയും ശകുനവാദികളെയും ആഭിചാരകന്മാരെല്ലാം വിളിച്ചു വരുത്തി. രാജാവ് പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം മറന്നുപോയി. നിങ്ങൾ സ്വപ്നവും പറയണം, അതിൻ്റെ അർത്ഥവും പറയണം. ഇവിടെ മറുപടി, രാജാവ് സ്വപ്നം പറയുകയാണെങ്കിൽ അർത്ഥം ഞങ്ങൾ പറയാം. അപ്പോൾ രാജാവ് പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ സ്വപ്നമെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. നിങ്ങൾ അർത്ഥം പറയാൻ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കും. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കഷ്ണമാക്കി കളയും. എന്ന് മാത്രമല്ല, നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ വീട് കുപ്പക്കുന്നാക്കി കളയും. ഇത് ദാവീദിനും ദാനിയേലിനും ഇത് ബാധകമായി വന്നു.
ദാനിയേൽ അന്വേഷിച്ചു എന്താ പ്രശ്നം. അപ്പം പട്ടാളത്തലവൻ പറഞ്ഞു, രാജാവ് തിരുമേനി ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം മറന്നുപോയി. ആ സ്വപ്നം പറഞ്ഞു കൊടുത്തില്ല, നമ്മളെല്ലാം ഇന്നാരെല്ലാം കൊന്നുകളയും. ദാനിയേൽ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം, ഞങ്ങൾ ഈ സ്വപ്നം അറിയിക്കാം. അറിയിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് വിശേഷത ഒന്നും ഉള്ളതുകൊണ്ടല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷേ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെപ്പോലും ദൂരത്തു നിന്ന് ഒരു ഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആരും അറിയാത്ത, ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത, കുഞ്ഞുങ്ങളറിയാത്ത, അയൽവക്കാരെ അറിയാത്ത, ആരും അറിയാത്ത ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ദാനിയേൽ പറഞ്ഞു, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലുണ്ട്. തൻ്റെ 3 കൂട്ടുകാരെ വിളിച്ചു, അതിനുവേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സ്വപ്നത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് സ്വപ്നം പറഞ്ഞു കൊടുത്തു. ദാനിയേൽ രാജാവിൻ്റെ മുമ്പിൽ ചെന്നു. ആ സ്വപ്നം ഇതാണ്: മഹാശോഭയുള്ള മനോഹരമായൊരു ബിംബം. 4 പാർട്ടുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ദാനിയേൽ രാജാവിനെ പറഞ്ഞു കേൾപ്പിക്കുവാണ്. ഈ തങ്കം കൊണ്ടുള്ള തല ബാബേൽ സാമ്രാജ്യം, അല്ല തിരുമനസ് തന്നെയാണ്. ബാബേൽ സാമ്രാജ്യത്തിലെ രാജാവായിരിക്കുന്ന അങ്ങ് തന്നെയാണ്. രാജാവിൻ്റെ ശേഷം മറ്റൊരു സാമ്രാജ്യം എഴുന്നേൽക്കും. അത് അല്പം കൂടി താണെന്നാണ്, വെള്ളി കൊണ്ടാണ്. ഈ നെഞ്ചും 2 കൈയും വെള്ളി കൊണ്ടുള്ളതാണ്. ആ സാമ്രാജ്യം പോകും. അതിനുശേഷം മറ്റൊരു സാമ്രാജ്യം എഴുന്നേൽക്കും. അരയും വയറുമാണ്, അത് താമ്രം കൊണ്ടുള്ളതാണ്. അതിനുശേഷം മറ്റൊരു സാമ്രാജ്യം കാലും വിരലുകളും കളി കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് രാജാവിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു. രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു. രാജാവ് ഈ ദാനിയേലിന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഇതേ കാര്യം തന്നെ ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുത്തു. അത് നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. പറഞ്ഞതോ, 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെ. അത് 7-ാം അധ്യായത്തിൻ്റെ 23 വായിക്കുന്നത്. അതെ, അതിൻ്റെ 20 തൊട്ട് മുമ്പ് വല്ല വായിക്കുമോ? ഞാൻ ഉലായി നദീതീരത്തിരിക്കുമ്പോൾ 20 സുജോ ബ്രദറെ, അത് തമ്മിൽ ഭേദിച്ചിരിക്കുന്ന അല്ലേ? 1-ാം വാക്യം മുതലാണോ? 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണോ? ബാബേൽ രാജാവായ ബേൽശസ്സറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവൻ കിടക്കയിൽ വെച്ച് ദർശനങ്ങളുണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ച് പറഞ്ഞതെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും. മതി ബ്രദറെ. ദാനിയേൽ ഒരു സീൻ കാണും, ഒരു സ്വപ്നം കാണുക. ദാനിയേൽ കാണുന്ന ഇതാ: ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. മഹാസമുദ്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നതാണ്. മെഡിറ്ററേനിയൻ സീ, മഹാസമുദ്രം നേരെ ആകാശത്തിലെ 4 കാറ്റ് അടിക്കുക. ആകാശത്തിൽ 4 കാറ്റുണ്ട്: തെക്കൻ കാറ്റ്, വടക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്. ഇതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്.
പ്രകടമായി 2 കാറ്റുകൾ ചെയ്ത കാര്യം പുറപ്പാട് പുസ്തകത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും എഴുതിയിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് കിഴക്കൻ കാറ്റിനെ കുറിച്ചാണ്. ഈ ഇസ്രായേൽ ജനം, വെടിവയ്ക്കപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ തീരത്ത് വരുന്നു. ചെങ്കടൽ തീരത്ത് വന്നിട്ട് ചെങ്കടൽ കടക്കാൻ നിവൃത്തിയില്ല. അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പം ശത്രു സൈന്യം വരുന്നത് കണ്ടു. മുന്നിൽ ചെങ്കടലാണ്. അവിടെ നമ്മൾ വായിക്കുന്ന കാര്യം, അന്ന് രാത്രി മുഴുവനും യഹോവയായ ദൈവം ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കടലിന് നേരെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. കടൽ 2 ഡിവൈഡായി. ഈ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം ചിന്തിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ബോധ്യ സഹോദരന്മാർ നിങ്ങളോട് ഞാൻ പറയാം. നമ്മൾ ഇസ്രായേൽ ജനം അന്ന്, ഞാൻ ഇങ്ങനെ എൻ്റെ സങ്കല്പം ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു, അന്ന് രാത്രി ഇസ്രായേൽ ജനം വളരെ ഭയത്തോടെ കഴിഞ്ഞതായിരിക്കും. രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല. നേരം വെളുത്താൽ പർവ്വം പിടിച്ചുകൊണ്ട് പോകും. യാതൊരു വിധത്തിൻ്റെ രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള ജീവിത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായി. രക്ഷപ്പെടാൻ, മുന്നോട്ട് പോകാൻ ഒരു പഴുതുപോലും സാധ്യതയില്ല. അങ്ങനെ സന്ദർഭത്തിൽ ദൈവം ചെയ്യുന്നൊരു കാര്യം, ദൈവം അന്ന് രാത്രി കടന്ന് വിശ്രമിച്ചതല്ല. ഈ ഇസ്രായേലിലെ ജനങ്ങളെക്കാൾ അധികം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അന്ന് രാത്രി മുഴുവൻ ദൈവം ശക്തിയുള്ള കിഴക്കൻ കാറ്റ് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം അവിടെ കിഴക്കൻ കാറ്റ് ചെങ്കടലിനെ വിഭാഗിക്കാൻ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നത്, കപ്പൽ യാത്ര സുഖമാണെന്ന് മാലുമയും കപ്പലുടമയും വിചാരിച്ചു. ആ വിചാരിക്കുന്നതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. തെക്കൻ കാറ്റ് മന്ദമായി വീശുകയാൽ കാര്യം സാധിച്ചുവെന്ന് കപ്പൽക്കാർക്കും മാലുമയ്ക്കും തോന്നി. കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. ഇതിൽ നിന്നെല്ലാം സഹോദരന്മാരെ, നമുക്കും ആത്മീയമായ വലിയ ആഴത്തിലുള്ള പാഠങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും നമ്മളും അങ്ങനെ വിചാരിക്കും, കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പം അതിനെതിരായിട്ട് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു തുടങ്ങി. നമ്മൾ വിചാരിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് പോകുന്നതെന്ന്. അല്ല, അതൊരു തുടക്കം മാത്രമാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഈശാനമൂലൻ കൊടുങ്കാറ്റ് പതിയിരിപ്പുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ദാനിയേൽ സ്വപ്നം കാണുമ്പോൾ മഹാസമുദ്രത്തിന് നേരെ, മെഡിറ്ററേനിയൻ കടലിന് നേരെ ആകാശത്തിൽ 4 കാറ്റും അടിക്കുക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ കയറുന്ന ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ. ഒന്നാമത്തെ മൃഗം സിംഹത്തിന് സദൃശ്യം, രണ്ടാമത്തേത് കരടിക്ക് രണ്ടാമത്തെ കരടിക്ക് സദൃശ്യം, മൂന്നാമത്തെ പുള്ളിപ്പുലി, നാലാമത്തെ പേര് പറഞ്ഞിട്ടില്ല, ഘോരവും ഭയങ്കരമായൊരു മൃഗം. ഈ ഒന്നാമത്തെ, നമ്മൾ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം മറന്നു പോകരുത്. നെബൂഖദ്നേസർ കണ്ടത് ഈ 4 സ്ട്രക്ചർ. ഈ സ്റ്റാച്യുവിന്, ഈ പ്രതിമയ്ക്ക് 4 ഭാഗങ്ങളുണ്ട്. അത് സ്വർണം, വെള്ളി, താമ്രം, ഇരുമ്പും കളിമണ്ണും കൂടിയത്. ഇത് 4 സാമ്രാജ്യങ്ങളാണ്. നെബൂഖദ്നേസർ ഇതിനെ കാണുന്നത് വളരെ ആകർഷകമായിട്ടാണ്, അല്ലേ? അവിടെ നമ്മൾ മറന്നു പോരുന്നവരെ വാക്കെന്തായിരുന്നു? വിശേഷ ഭംഗിയുള്ളതാണ്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ദാനിയേലും കാണുന്നത്. ദാനിയേൽ ഈ സംഭവം, ഇത് 4 സാമ്രാജ്യങ്ങളെയാണ് കുറിക്കുന്നത്. ദാനിയേൽ ഇത് എന്തായിട്ടാണ് കാണുന്നത്? 4 വന്യമൃഗങ്ങളാണ്. സഹോദരന്മാരിൽ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും ഒരു ദൈവ മനുഷ്യൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടായിരിക്കും.
ലോകത്തിലുള്ള നെബൂഖദ്നേസർ പറഞ്ഞു, എത്ര ശോഭയുള്ളതായത്. ഇതേ കാര്യം ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുത്തു. ഭയങ്കര ഘോരവും ഭയങ്കരമായ 4 മൃഗങ്ങളാണ്. ഈ മൃഗങ്ങൾ കയറി വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്. ഇനി ഒരു വാക്യോടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് ഇനി ഒന്ന് നിർത്തി വായിക്കണേ സിസ്റ്ററെ. എന്താ വെച്ചാൽ നമുക്ക് ഞാൻ കണ്ട മൃഗം എങ്ങനായിരുന്നത്? പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാല് കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അപ്പോൾ ഈ ദാനിയേലിനെ മെഡിറ്ററേനിയൻ കടലിൽ നേരെ അടിക്കുന്ന കാറ്റ് അടിച്ചു. അതിൽ നിന്ന് 4 മൃഗങ്ങൾ കയറി വരുന്നുണ്ട്. ദാനിയേൽ കണ്ടു അല്ലേ? ദാനിയേൽ കണ്ട മൃഗങ്ങൾ ഏതൊക്കെയായിരുന്നു? സിംഹം, കരടി, പുള്ളിപ്പുലി. ഇപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാനെയും ദൈവം എന്താ കാണിച്ചു കൊടുക്കുന്നത്? പുള്ളിപ്പുലി അല്ലേ? ഈ മൃഗങ്ങളെ തന്നെ അല്ലേ കാണിച്ചു കൊടുക്കുന്നത്? പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. ദാനിയേൽ ഇത് കാണുമ്പോൾ 4 മൃഗങ്ങളായിട്ടാണ്, സെപ്പറേറ്റായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ യോഹന്നാനെ ദൈവം ഇത് കാണിച്ചു കൊടുക്കുമ്പം ഈ 4 മൃഗങ്ങളുടെ സങ്കലനമായ ഒരു മൃഗമാണ്. ഈ വെളിപ്പാട് യോഹന്നാനെ ദൈവം ഇത് കാണിച്ചു കൊടുക്കുമ്പം ദാനിയേൽ കണ്ട 4 മൃഗങ്ങളും പാർട്ട് ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സങ്കലനമായ, അതിന് സംയോജിപ്പിക്കപ്പെട്ട ഒരു മൃഗമാണ് യോഹന്നാന് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അതെവിടെ നിന്നാണ് കയറി വരുന്നത്? സമുദ്രത്തിൽ നിന്നാണ്. എന്താ ഈ സമുദ്രം? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി, നീ കണ്ട വെള്ളം ജാതികളും ഭാഷക്കാരുമാണ്. അപ്പോൾ ഈ മൃഗം എവിടെ നിന്നാണ് കയറി വരേണ്ടത്? അങ്ങനാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെയായി മൃഗം കയറി വരേണ്ടത്. അങ്ങനെ മൃഗം കയറി വരുന്നുണ്ട്. ഈ മൃഗങ്ങൾ ദാനിയേൽ ഇത് മൃഗങ്ങളായിട്ടാണ് കാണുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ മൃഗമായിട്ടാണ് കാണുന്നത്, ഒറ്റ മൃഗം. അത് ഏതാ മൃഗം എന്ന് ഒരു വാക്യോടെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? വെളിപ്പാട് 17:8. നീ കണ്ട മൃഗം, അത് യോഹന്നാൻ കണ്ട മൃഗത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുവാണ്. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും, അത് ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉണ്ടായിരുന്നതാണ് നീ കണ്ട മൃഗം, ഉണ്ടായിരുന്നതാ, ഇപ്പം ഇല്ല. പിന്നെയോ ഇനി വരാനുള്ളതാണ്, ഇനി ആകാശത്ത് കയറി വരാനുള്ളത്. അപ്പം നീ കണ്ട യോഹന്നാനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത്, നീ ഒരു മൃഗത്തെ ഇപ്പോൾ കണ്ടല്ലോ സമുദ്രത്തിൽ കയറി വരുന്നത്. ഈ മൃഗം പണ്ടുണ്ടായിരുന്നതാ, ഇപ്പം ഇല്ല, ഇനി കയറി വരാനുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പണ്ടുണ്ടായിരുന്നു, നീ കണ്ട മൃഗം പണ്ടുണ്ടായിരുന്നതാ, ഇപ്പം ഇല്ല. പക്ഷേ ഇനി എന്തു ചെയ്യും? ഇനി അത് ഇനി അഗാധത്തിൽ ഇതുണ്ട്. പക്ഷേ അതിന് കയറി വരാനൊരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അന്നേരം ആ മൃഗം കയറി വരും. നമ്മൾ ആദ്യം വായിച്ചത് ഈ രാജാക്കന്മാരുടെ കാലത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കണ്ട 4, ഇപ്പോൾ നെബൂഖദ്നേസർ കണ്ട ആ ബിംബവും, ദാനിയേൽ കണ്ട ഈ മൃഗവും, യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ഈ മൃഗവും, ഇതെല്ലാം ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ദാനിയേലും യോഹന്നാനും ദൈവമനുഷ്യരായതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭരണത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവെന്ന്
ദൈവം ഇവർക്ക് ദൈവമനുഷ്യരായിട്ട് കാണിച്ചു കൊടുത്തു. എന്നാൽ നെബൂഖദ്നേസറിന് അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, കാണിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല. നെബൂഖദ്നേസറെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? വളരെ ശോഭയുള്ളതാണ്. അപ്പോൾ നമ്മൾ വായിച്ചത് ഇത് 4 സാമ്രാജ്യമാണ്, 4 ഭരണമാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടായി നശിച്ചു പോയിരിക്കുന്ന ഈ 4 സാമ്രാജ്യങ്ങളുടെയും മിശ്രിതമായ ഒരു ഭരണ സംവിധാനം താമസം വിനാ ഈ ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ അലയൊലികളും ലോകമെമ്പാട് നാം കേൾക്കുന്നുണ്ട്. ഇത് മെഡിറ്ററേനിയൻ കടലിന് നേരെ ഇത് അടിക്കുന്നത്. മെഡിറ്ററേനിയൻ കടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ, തുർക്കി, ഗ്രീസ് അല്ലേ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ളത്. ഈ കടലിൻ്റെ നേരെ ഈ ഉഗ്രമായി കാറ്റടിക്കുന്നത്. ആ കാറ്റ് പഠിച്ചുകൊണ്ടിരിക്കുക. മനോരമ പത്രം എടുത്ത് നോക്കിയാൽ പോലും നമുക്കറിയാം ഈ കാറ്റടിക്കുന്നത് ഭയങ്കര അടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? 4 മൃഗങ്ങൾ സംയോജിക്കപ്പെട്ട 4 ഉണ്ടായി. ഇപ്പം പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ലാത്തതും ഇനി കയറി വരാനിരിക്കുന്ന 4 മൃഗങ്ങൾ ഈ സമുദ്രത്തിൽ കയറി വരാനുണ്ട്, അകാലത്ത് നിന്ന് കയറി വരാനുണ്ട്. അതിനുവേണ്ടി ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാറ്റടിക്കും, കയറി വരും. അപ്പോൾ നമ്മൾ വായിച്ചത് ദാനിയേൽ 2:44 വായിച്ചത് ഈ രാജാക്കന്മാരുടെ കാലത്ത് അവർ ഈ ഭൂമിയിൽ ഇനി ഏകമായൊരു ഭരണം നടത്തും. അതിനെയാണ് നമ്മൾ ഏക ലോക ഭരണം എന്ന് പറയുന്നത്. ഈ 4 സാമ്രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് വന്നിട്ട്, അല്ലെങ്കിൽ 4 സാമ്രാജ്യങ്ങളെ ഉള്ളിൽ വ്യാപരിച്ച സ്പിരിറ്റ് എന്തോ അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഈ മുഴുവൻ ലോകത്തെയും അടക്കി ഭരിക്കും. അതാണ് നമ്മൾ എതിർ ക്രിസ്തു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സമയം പോരാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭരണ സംവിധാനം ഈ ലോകത്തിൽ സംഭവിക്കും, ഉണ്ടാകും, ഭരണം വരും. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരിക്കലും ഇളകിപ്പോകാത്ത നിത്യരാജ്യത്ത് സ്ഥാപിക്കും. നെബൂഖദ്നേസർ ഈ സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ ആ സ്വപ്നം വിവരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സ്വപ്നത്തെക്കുറിച്ച് വിവരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ: രാജാവ് നോക്കിക്കൊണ്ടിരിക്കെ എന്ത് സംഭവിച്ചു? വലിയൊരു കല്ല് കൈ തൊടാതെ, ആരെങ്കിലും എടുത്തെങ്കിലും വായിക്കാം, എടുക്കാൻ വേണ്ടി സമയം കുറവാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. കൈ തൊടാതെ ഒരു കല്ല് എന്ത് ചെയ്തു? അതെ, അത് എത്രാമത്തെ വാക്യ? എന്തോ? അപ്പോൾ ഈ നെബൂഖദ്നേസർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം സംഭവിച്ചു. എന്താ സംഭവം എന്നറിയാമോ? ഈ വലിയൊരു കൈ തൊടാതൊരു കല്ല് വന്നിട്ട് ഈ ബിംബത്തെ എന്ത് ചെയ്തു? അടിച്ചത് മാത്രമല്ല, ഇത് അത് മഹാപർവ്വതമായി. മാത്രമല്ല, ഈ കല്ലെന്ത് ചെയ്തു? ഈ ബിംബത്തെ ധൂളിപ്പിച്ചിട്ട്, അങ്ങനെ വാക്കിയില്ല അവിടെ, കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. എന്നിട്ടോ? അതെ, ഇതാണ് സ്വപ്നം. അപ്പോൾ ഈ സ്റ്റാച്ചു ഇങ്ങനെ, ബിംബം ഇങ്ങനെ സ്വപ്നം കണ്ടു. പക്ഷേ ആ ബിംബം അങ്ങനെ നിൽക്കുമ്പം തന്നെ എന്ത് സംഭവിച്ചു? ഒരു കല്ല്, ആരും തൊട്ടിട്ടൊന്നുമല്ല, കൈ തൊടാതൊരു കല്ല് വന്നിട്ട് ഈ ബിംബത്തെ അടിച്ചു എന്ന് മാത്രമല്ല, ഇത് മൊത്തം പൊടിയായിട്ട്, ധൂളി എന്ന് പറഞ്ഞാൽ കണ്ണിന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ധൂളിയായിട്ട് എന്ത് ചെയ്തു? ഈ കാറ്റ് ഇതിനെ നമ്മൾ കണ്ടില്ലേ കാറ്റത്തൊക്കെ ഈ ചെറിയ ഈ ചെറിയ മണൽത്തരികളോ അല്ല ഇങ്ങനെ പറക്കുന്നത് എന്ന് പറയും. ധൂളിയാട്ടി ചാരം പോലെ, ചാരത്തേക്കാൾ ചെറുതായിട്ട് ധൂളിയാട്ടി കാറ്റ് ഇതിനെ പറപ്പിച്ച് കൊണ്ടുപോയി. എന്താ ഈ കല്ല്? നമുക്കൊരു വാക്യം വായിക്കാം. ഈ
ലൂക്കോസിൻ്റെ സുവിശേഷം അവിടെ എന്താണ് കല്ലെന്ന് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ കല്ല് കർത്താവ് യേശു ക്രിസ്തുവാണ്. അവിടെ ഇങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞു, ആരെങ്കിലും ഈ കല്ലിൽ തട്ടിയാൽ എന്തു ചെയ്യും? ഇടറിപ്പോവും. ഈ കല്ല് ആരുടെ മേലെങ്കിലും വീണാൽ എന്തു ചെയ്യും? അവന് ധൂളിയായിപ്പോവും. അപ്പോൾ ഈ കല്ല് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇടർച്ചക്കല്ലായിരുന്നു. അവർ തട്ടി ഇടറി, കല്ലെ തട്ടി ഇടറിപ്പോയി. ഇത് ഒരു ഇടർച്ചക്കല്ല. ആര്? എന്ത്? കർത്താവ് യേശു ക്രിസ്തു ഒരു ഇടർച്ചക്കല്ലാണ്. കുറേ പേർക്ക് ഇത് തടങ്കൽ പാറയാണ്, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ ഈ കല്ലിൻ്റെ പ്രത്യേകത, ഇത് ആരുടെയും മേൽ വീണാൽ അവനെ എന്തു ചെയ്യും? ധൂളിപ്പിക്കും. ധൂളിയായി, ചാരത്തേക്കാൾ മൈന്യൂട്ടായിട്ട് ഇവൻ ധൂളിയായിപ്പോവും. ഇവിടെ എന്താ നമ്മൾ വായിച്ച് കേട്ടെ? കാറ്റ് എന്ത് ചെയ്തു? ഈ വന്ന കല്ലെന്ത് ചെയ്തു? കല്ല് ഈ ബിംബത്തെ അടിച്ചു. അതിൻ്റെ ഇരുമ്പും കളിമണ്ണും എല്ലാമായിട്ട് എന്ത് ചെയ്തു? ധൂളിയായിട്ട് കാറ്റ് ഇതിനെ പറപ്പിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ എന്തായിരുന്നു വായിച്ചേ? നമ്മൾ വായിച്ച് ഈ രാജാക്കന്മാരുടെ കാലത്ത് അത്യുന്നതനായ ദൈവം ഒരിക്കലും ഇളകി പോകാത്ത നിത്യരാജ്യത്ത് സ്ഥാപിക്കും. ആ കല്ലിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടു. ആ കല്ല് എന്തായി തീർന്നു? മഹാപർവ്വതമായിട്ട്. എന്ത് സംഭവിച്ചു? ഭൂമിയിൽ ഒക്കെ നിറഞ്ഞു, അല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ഭൂമിയിലൊക്കെ നിറഞ്ഞു. ഈ കൈ തൊടാതെ വന്ന കല്ല് ഈ ബിംബത്തെ അടിച്ച് തരിപ്പണമാക്കി ധൂളിയാക്കി കാറ്റത്ത് പറപ്പിച്ച് കളഞ്ഞിട്ട് ഈ കല്ലെന്ത് ചെയ്തു? മഹാപർവ്വതമായ ഭൂമിയിലൊക്കെ നിറഞ്ഞു. ഈ കല്ല് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് വന്ന കാര്യമല്ല. ഇനിയും കർത്താവ് യേശു ക്രിസ്തു തൻ്റെ നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. എപ്പോൾ സ്ഥാപിക്കും? ഈ രാജാക്കന്മാരുടെ കാലത്ത്. ഏത് രാജാക്കന്മാരുടെ കാലത്ത്? ഉണ്ടായി മൺമറഞ്ഞു പോയ 4 സാമ്രാജ്യങ്ങൾ സംയുക്തമായിട്ട് ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന ഒരു ഭരണ സംവിധാനം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നമ്മൾ പണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നാടകം കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ തിരശ്ശീലയുടെ ഈ കർട്ടൻ്റെ പുറകിൽ അതിൻ്റെ അഭിനേതാക്കളൊക്കെ വന്നെല്ലാം റെഡിയായി കഴിയുമ്പം ഒരു വിസിലടിക്കും.